ഭരതനാട്യം സൽമാന്റെ ഭരതനാട്യം എങ്ങനെ കളിച്ചാ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അത്രയും മനോഹരമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഓരോ പ്രോഗ്രാമുകളും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉണ്ടപ്പായും സൽമാനും. ഓരോ പരിപാടി കണ്ട് ആസ്വദിക്കുന്നതും സൽമാൻ്റെ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിലും സന്തോഷത്തോടു കൂടെയുള്ള തുള്ളിച്ചാട്ടവും നാട്ടിലെ സ്കൂളുമായിട്ടുള്ള സൽമാൻ്റെ ആത്മബന്ധവും അവിടുത്തെ ടീച്ചേഴ്സുമായിട്ടുള്ള സൽമാൻ്റെ ബന്ധവും ഉണ്ടപ്പായി ഒത്തുള്ള കളിയും ചിരിയും തമാശകളും അങ്ങനെ ഒട്ടനവധി മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന വീഡിയോ ആണിത്. ഈ വീഡിയോൻ്റെ ഉള്ളടക്കം ആദ്യം കാണിച്ച് ഫുള്ളായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. കുട്ടി കരുതുമ്പോ സഹകരിക്കണേ ഓട്ടത്തിൽ പോണേ അവിടുന്ന് കണ്ടില്ലേ, താഴത്തുനിന്ന് കണ്ടില്ലേ? ഇതെന്താ ദഫോ? ഏതാ ഓട്ടല്ലേ? ഓട്ടം തുള്ളാൻ നമ്മളവിടെ താഴത്തുനിന്ന് കണ്ടില്ലേ നേരത്തെ? ഏതാ സ്കൂളായിട്ടാണ്? കുഞ്ഞാന്റെ സ്കൂള് ഭാഷയാണ്. ടീച്ചർമാരെ എത്ര ഉണ്ടോ ചോദിക്കണം. പക്ഷെ ബെൽറ്റ് പറ്റിയ പരിപാടി ഭരതനാട്യോ എനിക്ക് ഏതാ ചെയ്ത പഠിച്ചിരിക്കുന്നു. കല്ലിന്റെ അടിയിലേ ഇന്നെ പഠിപ്പിച്ച ടീച്ചർമാരും മാഷന്മാരും ഉണ്ട്. ഓരോ ഒഴിവാക്കണം. എന്താ പേരെന്താ? നമ്മുടെ നാട്ടിലെ സ്കൂള് ഓലെ ഒപ്പനയിൽ ഫസ്റ്റ് എടുക്കുമെന്നാണ് സൽമാൻ പറയുന്നത്. അയ്യോ ഏതാ ചെക്കം ഓ എന്തിനാ കറിയത്? ഇത് കുളിച്ച് പറയേ, ഇത് കുളിച്ച് പറയേ. ഇവിടെ ഐസ് തിന്ന് നടക്കാണെന്നൊന്ന് വിളിച്ച് പറയും. അതാ ഞാൻ നെയ്തേര് പറയും. ഞങ്ങള് അല്ലെങ്കിൽ പോകാ ഞങ്ങൾ പരിപാടി ഉണ്ട്. അപ്പോൾ സസ്പെൻസുകളും ട്വിസ്റ്റുകളും പൊട്ടിച്ചുകൊണ്ടുള്ള ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. ഭരതനാട്യം സൽമാന്റെ ഭരതനാട്യം എങ്ങനെ കളിച്ചാ? അപ്പോൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്കൂള് PTMHSS തൃക്കടീരി. സബ് ജില്ലാ കലോത്സവത്തിൻ്റെ 4ാം ദിവസമാണിന്ന്. കയറി ചെല്ലുമ്പോൾ തന്നെ സ്റ്റേജിൽ ഓട്ടം തുള്ളലാണ്. അപ്പോൾ ഓട്ടം തുള്ളൽ കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടപ്പായും സൽമാനും ഇതാ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക്. രണ്ടാളുടെ ഇരുത്തവും ശ്രദ്ധയൊക്കെ കണ്ടതിനെ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന്. എവിടെ ഓട്ടം തുള്ളലിൻ്റെ ഓരോ ഭാവങ്ങൾ കണ്ടിട്ട് സൽമാന് ചിരിയാണ് വരുന്നത്. അവനക്ക് എന്തോ ഓട്ടം തുള്ളൽ വെച്ചുക്കണു. സൽമാൻ്റെ കയ്യിലെ ആക്ഷൻ ശരിക്കും ശ്രദ്ധിച്ചോളി. ആ ഓട്ടം തുള്ളലിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പാട്ട് പാടുന്നത് എൻ്റെ വാപ്പയാണ് എന്ന്. അപ്പോൾ ഉണ്ടപ്പായി ഇങ്ങനെ ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള ആൾ ഉണ്ടപ്പായുടെ വാപ്പയാണ് എന്ന്. അങ്ങനെ ഞങ്ങളെ രണ്ടാളെയും നൈസായിട്ട് സൽമാൻ വാപ്പാക്ക് വിളിച്ച്. എന്താ അപ്പൊ സൽമാൻ ഓട്ടത്തുള്ളൽ പഠിക്കട്ടോ. സൽമാൻ ഓട്ടത്തുള്ളൽ വേണം തന്നെ വന്നാണ് പഠിഞ്ഞിട്ടാ. ഓട്ടത്തുള്ളൽ പഠിഞ്ഞില്ലേ? ഇനി ബാക്കി പഠിപ്പിച്ചേരാ. ഇനി ഏത് പ്രോഗ്രാം കാണാൻ പോകുന്നുള്ള തിരച്ചിലാണ് സൽമാൻ ഉണ്ടപ്പായി. 6 സ്റ്റേജ് ഉണ്ടല്ലോ. ചേവല് 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 പോയേ. ഒരു കൊറ്റക്കുട്ടി വരുന്നു. ഒരു കൊറ്റക്കുട്ടി പോണോ? ഒരിക്കലും പോണോ? ഒപ്പന കൊടുക്കാൻ നമ്മള് ഒപ്പന ഒരു പാച്ചിലാക്കാരം. എങ്ങനെയായിരുന്നു എനിക്ക് കൊമ്പക്കാട് പോയി പോണ പോയി ഒരു പാച്ചിലാക്കാരം രണ്ടാളും. സാബിയുടെ തീരത്തിന്റെ ഒപ്പന ഉണ്ട് സാറേ. ഇജുണ്ടായിരുന്നു പുതിയ പ്ലേറ്റ് തീരത്ത് താപന ഒപ്പന എങ്ങനെ ഉണ്ടാവും? കൊമ്പങ്ങാട് പോയി കുഞ്ഞാപ്പും മോളം പോയി ഒരു പാച്ചിലൊക്കെ സ്റ്റേജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓട്ടം. സാബിനെ വിളിച്ചോ?
ഈ മുട്ട ഇട്ടിട്ട് നോക്കാണ് ഇല്ലാണ്ട് ഇവരിപ്പോ എന്താ കാണാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് HS വിഭാഗം ഒപ്പന. ഉണ്ടപ്പായിക്കും സൽമാനും സീറ്റ് കിട്ടി. സൽമാനെ കണ്ടാൽ പിന്നെ എല്ലാവരും ഒഴിഞ്ഞു മാറി കൊടുക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഇവരെ നേരെ ബാക്കിലും സീറ്റ് കിട്ടി. ഹലോ പോയേ സ്റ്റേജ് അവിടെ പോയേ അവിടെ സ്റ്റേജ് സംഭവം വേറൊന്നുമല്ല, ഒരു കുട്ടി അവിടെ ഇരുന്ന് കരയാണ്. ഫസ്റ്റ് കിട്ടാ കറിയില്ലേ ഇത് പോയിട്ട് ഫസ്റ്റ് കൊടുത്തിട്ട് വാ. സൽമാന് എന്തോ അത് മനസ്സ് തട്ടിയെന്ന് തോന്നുന്നു. അവന്റെ നോട്ടം അവിടുന്ന് മാറിയില്ല. അപ്പൊ ഇവര് ഏത് സ്കൂളാ? ഈ കരീന കുട്ടികൾ ഏത് സ്കൂളാ? ജയിച്ച കരച്ചില ഓളെന്തിനാ കരീന ചോദിച്ചിട്ട് സൽമാനെ ചോദിക്കോ? ഒന്ന് ചെല്ലി ചെയ്ത് സമാധാനിപ്പിക്കോ? സൽമാനും കരയാ ആകെ മരിക്കുന്നുണ്ട്. ഇജ്ജ് കാര്യം കുട്ടി അനക്ക് ഫസ്റ്റ് ഞാൻ തരേ, അനക്ക് ഫസ്റ്റ് ഞാൻ തരാ. ഇതന്നെ ഫസ്റ്റ് പറ്റുമോ? ടീച്ചർമാർ എങ്ങനെ ഒപ്പനുണ്ടോ ചോദിച്ചോക്കാം. അതാക്കണം ചെല്ലു നിങ്ങളെ ഒപ്പനുണ്ടോ ചോദിച്ചോക്കാം. നമുക്ക് എല്ലാ കൊല്ലം സബ്ജക്റ്റ് നമുക്ക് തരാൻ പറഞ്ഞാല് അല്ലേ? ചെറുമാരെ കച്ചവടം നടത്താം. എന്താണ് കോയെ? അതെ എന്തിനു കറിയണ്? ആ കുട്ടി കറിയപ്പോ അങ്ങനെ വന്നിക്കണേ ഫസ്റ്റ് ഇട്ടിട്ട് കറിഞ്ഞിക്കണേ. സന്തോഷം കണ്ണീരാണ് കേട്ടോ. എന്റെ പോലത്തെ പുതിയാപ്പിള്ള കുട്ടികൾക്ക് ഒന്ന് കരച്ചിട്ട് കൂടും കേട്ടോ. എന്റെ അങ്ങനത്തെ ഒരു പുതിയാപ്പിള്ള കൊടുക്കാൻ പറ്റും. എന്നാ ഓരൊന്നും കാര്യം ഓരോ കുട്ടി കരഞ്ഞപ്പോ സഹകരിക്കണേ. ഇതിപ്പോ ജില്ലക്കുള്ളത് കിട്ടുക അല്ലേ? ഒറ്റ ടീമിനെ കിട്ടുള്ളൂ. അതിപ്പോ ചെസ് നമ്പർ 59 56 ആ ഒരു പുതിയ നിങ്ങള് അതാ പുതിയ കെട്ടിച്ചേര് ചോദിച്ചാലോ. ആ പുതിയ അപ്പുറത്തപ്പുറത്ത് അതാ ആ പുതിയ ആ മതിയോ? ഇത് പഴയ കാലത്ത് പുതിയ എണ്ണങ്ങളാണല്ലോ. പാപ്പളപ്പാട്ടോ പാപ്പള പാപ്പളെ അപ്പള അപ്പഴാന്ന് മാപ്പിളാന്നൊക്കെ ഒന്നാ പറയുന്നത് മനസ്സിലാണ്ട. എല്ലാരും സൽമാ ഒപ്പന ടീമിന് ഇവിടെ ഇരുന്നിട്ട് കൈ കാട്ടി കൊടുക്കണ അതാ. ഒപ്പന കണ്ട് സൽമാന് ത്രില്ലായി. പിന്നെ ഒപ്പന കളിക്കാൻ തുടങ്ങി. പുതിയാപ്പിള നമ്മുടെ ഉണ്ടപ്പായി. അല്ലേ ഇതിനിടയിലാണ് സൽമാന്റെ ജ്യേഷ്ഠൻ വിളിച്ചത്. ജ്യേഷ്ഠന്റെ കടയിലുള്ള ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്ങ സ്റ്റോക്ക് തീർന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് ഞങ്ങള്.
വെറുതെ പറയണേ. ഫുള്ള് തല്ലാണ് എന്ത് ഇതാ പച്ചടിയുടെ തെറ്റുകളെ അതോ എന്റെ പയ്യനെ പച്ചടി നിമ്മനെ. അങ്ങനെ വൈകുന്നേരം വീണ്ടും പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടപ്പായും സൽമാനും. ഞാൻ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കണ്ടുള്ളൂ. അതല്ല ഇത് നമ്മളെ ഇതുണ്ടല്ലോ കഥകളുടെ ഭാഗത്ത് ഡ്രസ് ഇട്ടിട്ടേ ഓട്ടത്തിൽ പോണേ. അവിടുന്ന് കണ്ടില്ലേ, താഴത്തുനിന്ന് കണ്ടില്ലേ? ഇതെന്താ ദഫോ? ഏടാ ഓട്ടല്ലേ, ഓട്ടം തുള്ളാൻ നമ്മളവിടെ താഴത്തുനിന്ന് കണ്ടില്ലേ നേരത്തെ? രാവിലെ ഓട്ടം തുള്ളൽ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ട ആളാണ് സൽമാൻ. ഓനോടൊന്ന് ഓട്ടം തുള്ളൽ കളിക്കാൻ പറഞ്ഞപ്പോൾ ഓടുക. സൽമാന്റെ വിചാരം ഓട്ടം തുള്ളൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ട മത്സരമാണെന്നാ. ഏതാ സ്കൂളായിട്ടാണ്? കുഞ്ഞാന്റെ സ്കൂള്. എളുപ്പം പോയിട്ട് സ്റ്റേജ് കയറ്റിട്ട് പോവാ. അതിലില്ല അല്ല, ആ സഫല്ല സ്കൂളിലെ സഫയാണ്. നിങ്ങള് മൈക്കപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അതല്ല, വേറെ സഫ. ഇത് പുതിയാപ്പിള വേണം ചോക്കണം. കുറച്ച് ഉയരം കമ്മിയുള്ള പുതിയാപ്പിള. പഴയ താപ്പേര ഇപ്പൊ സുഡാനികളാണ് കളിച്ചത്. പണ്ട് താപ്പേര വന്നിന്റെ കാലം ഉണ്ടാകും. അന്ന് മാസമായിട്ട് ഞാൻ എടുക്കാം കേട്ടോ. അല്ല എടുക്കാം. ഏതാ വിഷയം വേണ്ട? സ്പോർട്സിന്റെ ആളാണ്. അല്ല അപ്പൊ ഇപ്പൊ പുതിയല്ല, എന്നാ പുതിയാപ്പിള വന്നില്ലേ? പറ്റ ചെക്കനാ. അതെ, ഇനി പി ടി എമ്മിന്റെ ഒപ്പന് ഞാൻ വീഡിയോ അയച്ചേരാട്ടോ. വീഡിയോ അയച്ചേരട്ടോ. വേറെ ആർക്കും വിടണ്ടോ? ഈ ചെക്കന്റെ പെണ്ണിന്റെ വീഡിയോ ആണ്. ഓൾക്ക് അങ്ങനെ അടിച്ചു നോക്കാൻ നിന്നിട്ട് ഒപ്പന കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ട് പോയപ്പോൾ സൽമാൻ ആയിട്ടില്ലാത്ത കാരണം കൊണ്ട് സ്റ്റേജ് കാണുന്നില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ PTM സ്കൂളിലെ ഒപ്പന ടീമിൻ്റെ പ്രകടനമാണ്. സൽമാനാണെങ്കിൽ ഇത് കാണൽ നിർബന്ധം. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നേരെ കളി കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ സ്റ്റേജിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് പോയി. അവിടെ നിന്നിട്ട് നേരെ കളി കണ്ടു. ഞങ്ങളുടെ കൂടെ ഒപ്പന കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീച്ചർമാരും ഉണ്ടായിരുന്നു. ടീച്ചർമാരെ ഒപ്പനുണ്ടോ ചോദിക്കാം? ടീച്ചർമാരെ ഒപ്പനുണ്ട്. പുതിയാപ്പിള ഉണ്ട് ടീച്ചറെ കണ്ടേ. ഇത് ഞങ്ങളുടെ സ്കൂളത്തെ ടീച്ചർമാരാണ്. അവർക്കൊക്കെ സൽമാന്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം. സൽമാനാണെങ്കിൽ നേരെ തിരിച്ചും. അങ്ങനെ നല്ലൊരു ഫോട്ടോയും എടുത്തു. രാവിലെ ഇപ്പൊ കൊണ്ടുപോന്നെ, ഇപ്പൊ നോൽപ്പിന് കൊണ്ടുപോകണേ. കപ്പ് കൊടുക്കണ്ടേ? കപ്പ് കൊടുക്കണം. പക്ഷെ പെർക്ക് പറ്റിയ പരിപാടി ഭരതനാട്യോ ചെയ്ത പഠിച്ചിരിക്കുന്നു. ഭരതനാട്യം കപ്പ് എന്നെ കൊണ്ട് പഠിപ്പിച്ച ഭരതനാട്യം കുച്ചിപ്പുടി എന്തെങ്കിലും അറിയോ? അതൊന്നും അറിയില്ല. എന്താ അറിയാം? ബാബു എന്തായാലും അറിയാം. ബാബു തിന്നില്ല. മന്തിയോ? മന്തി തിന്നില്ല. എന്തിനാണോ ജിന്നോട് അനക്ക് വലിയ പരിപാടി എന്തെങ്കിലും അറിയോ? അല്ലാ, ഇതാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ അഷ്റഫ് മാഷ്. എല്ലാ കുട്ടികളും ഭയങ്കര പേടിയോടുകൂടെയും ബഹുമാനത്തോടു കൂടെയും നോക്കി കാണുന്ന അഷ്റഫ് മാഷ് സൽമാന്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു കൊച്ചു സ്റ്റുഡൻറ്റിനെ പോലെയാണ് പെരുമാറിയത്.
ഒപ്പനകില്ലേ ഇതാണ് നമ്മുടെ സെലീന ടീച്ചർ. ഓരോ ചെക്കന്മാരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേ ഇൻഫർമേഷൻ ആ വണ്ടിമ പോകുമ്പോ കൂടി നിൽക്കണ ചെക്കന്മാരെ സൽമാന്റെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോണത്. ഇന്ന് രാത്രി ഇവിടെ തല്ലുണ്ടാവും. അതൊക്കെ ശരി തന്നെ. പിന്നെ തല്ലിന്റെ അടിയിലേ ഇന്നെ പഠിപ്പിച്ച ടീച്ചർമാരും മാഷന്മാരും ഉണ്ട്. ഓരോ ഒഴിവാക്കണം. ഈ ടീച്ചർമാരൊക്കെ അവിടെ ആ സ്കൗട്ട് എസ് ഐ അവിടെ ഉണ്ട്. ഓക്കെ എസ് ഐ ഉണ്ടാവണമെന്ന് ഉണ്ടാവും. അപ്പൊ കളിയിലാണ് വേണ്ടേ? കളിയിലാണ് വേണ്ടേ? അഫിനോട് പുറത്തിറങ്ങണ്ട സൽമാൻ പറയുന്നത് അടി വേണ്ട, തല്ല് വേണ്ടെന്ന. ഒന്ന് രണ്ട് ചെറിയ സംഘർഷങ്ങൾ അവിടെ കഴിഞ്ഞു. അപ്പൊ തല്ല് വേണ്ട, തല്ലുന്ന ആൾക്കാരൊക്കെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. ഞാൻ അടിണ്ടായ ഇതിനെ കൊടുക്കും. അതെ അബുന്റെ പേര് കുട്ടിയാണ്. അബുന്റെ അന്റെ വയസ്സ് പൊട്ട പേര് വെച്ച് നോക്കണോടെ. എന്താ പേരെന്താ? എന്താ ചൈനക്കാരെ പേരല്ല ഇട്ട് കൊടുത്തിക്കണേ? എന്താ ചൈനക്കാരെ പേരല്ല ഇട്ട് കൊടുത്തിക്കണേ? ഒന്ന് പറഞ്ഞ ഇത് എന്ത് പേരാ ഇട്ട് കൊടുത്തിക്കണേ? ഈ ചെറുക്കന് പറയാൻ വെക്കണില്ലേ? ഒന്ന് പറഞ്ഞ ജൂലിയ ഓനോട് ജയിക്കും, ധൈര്യമായിട്ടിരിക്കാൻ പറയും. ധൈര്യമായിട്ടിരുന്നോളി, ഇപ്പൊ ശരിയാവും. പോയി പറഞ്ഞോ ഫസ്റ്റ് നമുക്ക് തന്നെയാണ് പറഞ്ഞേ. മതി. ഇനിയിപ്പോ എല്ലാവർക്കും കറ്റി കൊടുക്കണ്ടേ? ഒന്നിട്ട് പോര് കോയി. അപ്പോ നമ്മുടെ PTM സ്കൂൾ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ സ്കൂള്.
ഓലെ ഒപ്പനയിൽ ഫസ്റ്റ് എടുക്കുന്നാണ് സെൽവൻ പറയുന്നത്. കിട്ടൂലേ? ഒപ്പനയിൽ ഫസ്റ്റ് എടുത്ത് കിട്ടൂലേ? ഓലിക്ക് ഫസ്റ്റ് കിട്ടൂലേ? സ്കൂളിന് കിട്ടൂലേ? ഉറപ്പല്ലേ? ഞാനൊരു ഭാഷയാണ്. ആ ഇതിന്റെ മകളെങ്ങനെയാണ് ഇത് ഷേഖു നമ്മളെ ദോസ്താണ്. ആ ഓൻ കളിക്കാറുണ്ട്. അനക്ക് സീസൺ ടിക്കറ്റ് കിട്ടിയോ? സീസൺ ടിക്കറ്റ് എന്താ? ഇനിയാണ് ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒപ്പനയുടെ റിസൾട്ട് വരാൻ പോകുന്നത്. സൽമാനൊക്കെ അത്രയും ജാഗ്രതയിലാണ്. സൽമാനാകട്ടെ ടെൻഷനിലാ, പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഭയങ്കര ടെൻഷനിലാണ്. സൽമാൻ മാത്രമല്ല, ഒപ്പനയിൽ പങ്കെടുത്ത കുട്ടികളാണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്. എനിക്ക് തോന്നുന്നു അവരെക്കാളും കൂടുതൽ ടെൻഷന് സൽമാനാണെന്ന് തോന്നുന്നു. നമ്മുടെ ടീമിന് എ ഗ്രേഡ് ഉറപ്പിച്ചു. അപ്പോൾ 1ാം സ്ഥാനത്തിനെ പ്രഖ്യാപിക്കാൻ പോവാണ്. അതൊക്കെ ക്ലാസിന്റെ അന്നെന്താ അതോ പൊട്ടെ കണ്ണട് അയ്യോ ഏതാ ചക്കം ഇതൊരു ഡമ്മിയാണ് കേട്ടോ, കാര്യത്തിലെടുക്കണ്ട. ഇത് തൽക്കാലം ഒരു രസത്തിന് നിർത്തിയതല്ലേ. സൽമാൻ അടിപൊളിയായിട്ടോ. എന്തിനാ കറിയണ്? വിജയത്തിന്റെ അമിത സന്തോഷം കാരണം സൽമാന് ആനന്ദക്കണ്ണീര് താങ്ങി നിർത്താൻ കഴിഞ്ഞില്ല. ഇതാണ് സൽമാന്. നമ്മുടെ സ്കൂളിലാവൻ പഠിച്ചിട്ടില്ല, നമ്മുടെ സ്കൂളിൽ നിന്നല്ല ഒരു സ്കൂളിലാവൻ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആ സ്കൂളിനോടുള്ള അവൻ്റെ കമ്മിറ്റ്മെൻറ്റും ആ സ്കൂളിന് ഫസ്റ്റ് കിട്ടാനുള്ള അവൻ്റെ ആഗ്രഹവുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവസാനം ഉണ്ടപ്പായി കുറേ കളിയാക്കി തമാശയിലൂടെ കുറേ സംസാരിച്ച് അങ്ങനെ സൽമാനെ ഓക്കെ ആക്കി എടുത്തു. ഇതിന് കാര്യം അവർക്ക് കപ്പ് പറ്റുന്ന കപ്പ് വേണോ? കപ്പ് വേണമെന്ന് BST വാങ്ങിത്തരാം കേട്ടോ. കപ്പ് വാങ്ങിത്തരാം. അതെ കപ്പ് എടുത്തിട്ട് കരയാം. അതിന്റെ ഒരു മാസം 2 മാസമായിട്ടുണ്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പൊ വന്നിട്ടൊരു പുതിയ പ്ലേറ്റ് പറഞ്ഞ് കറിഞ്ഞിട്ടെന്താ കാര്യം? ഒന്നും ഒഴിവായി കൊയ്യേ. അടുത്ത കൊല്ലം സൽമാന്റെ ചേച്ചിന്റെ കര മതി മതി ചാടിച്ച ശരിയാവും. ഇതിപ്പോ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ എന്താ പറ്റുക? ശരിക്കും അറിഞ്ഞു സീരിയസ് ആയി എന്താ സീരിയസ് ആയി സീരിയസ് ആയി ചായ പോവാ. ചായ നമുക്ക് കത്ത് കളിക്കൂ സൈഫോ അല്ല അങ്ങനെ ഈ സ്റ്റേജിലെ അവസാനത്തെ ഐറ്റായ കഥകളിയും കൂടിയും കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.